മച്ചന്മാരൊരു കിഡിലൻ ഓഫർ ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ നമ്മുടെ ചങ്ങാതിമാർക്ക് ഒരു കിഡിലൻ ഓഫർ. 99 രൂപയ്ക്ക് 1 കിലോ നോട്ട് ബുക്ക്. ഇനി തീർന്നില്ല കേട്ടാ, 500 രൂപയ്ക്ക് കിഡിലൻ ഓഫർ കേട്ടോ. 1 2 20 നോട്ട് ബുക്ക്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതൊക്കെ 15% ഡിസ്കൗണ്ടാ. തീർന്നില്ല കേട്ടോ, ഓഫറുകളുടെ പിന്നാലെ വരുന്നുണ്ട്. കഴിഞ്ഞില്ല കേട്ടോ, നമ്മുടെ പെൻസിൽ ബോക്സിന്റെ വില കേട്ടാ ഞെട്ടിപ്പോട്ടോ. 5 രൂപ മുതൽ. മഴ കുട. അപ്പൊ കുടയുടെ കാര്യം പറഞ്ഞാൽ പറയേ വേണ്ട. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. വിവിധ നിറത്തിലും ഗുണമേന്മയുള്ള 5000-ലധികം സ്കൂൾ ബാഗുകൾ. അതിന്റെ വില കേട്ടാ ഞെട്ടിപ്പോവും. 50 രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങും. കഴിഞ്ഞില്ല വച്ചാമാരെ, വിദേശ നിർമ്മിത ബ്രാൻഡഡ് ബാഗുകൾ, അതും വിലക്കുറവില്. ടിഫിൻ ബോക്സുകളുടെ കാര്യം പറയേ വേണ്ട കേട്ടോ. ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ്. നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ടേ വിലയൊന്നും അധികം വേണ്ട കേട്ടോ. ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ്. 1500 രൂപയുടെ ഓരോ പർച്ചേസിനും സ്മാർട്ട് വാച്ചുകൾ ഫ്രീ ആണത്രേ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപം സെറ ബാഗ്സ് ആണ്. അപ്പൊ സ്റ്റോക്ക് തീരും വരെയാണ്. വേഗം സ്റ്റോക്ക് തീരും, അതുകൊണ്ട് വെച്ച് പിടിച്ചോ. ലാഭം എന്ന് പറഞ്ഞാൽ കിടിലൻ ലാഭമാണ് കേട്ടോ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 77.81% പ്ലസ് ടു പരീക്ഷയുടെ വിജയ ശതമാനം. 3,70,642 പേർ പരീക്ഷ എഴുതിയതിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 30,145 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. മുൻ വർഷത്തേക്കാൾ ഇത്തവണ വിജയ ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 78.69 ആയിരുന്നു വിജയ ശതമാനം. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന വിജയ ശതമാനം രേഖപ്പെടുത്തിയത്. 83.09% കുട്ടികളാണ് എറണാകുളത്ത് വിജയം നേടിയത്. കുറവ് വിജയ ശതമാനം കാസർഗോഡ് ജില്ലയിലാണ്. 71.09% കുട്ടികളാണ് വിജയം നേടിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്തെ 70.6% കുട്ടികളാണ് വിജയിച്ചത്. 71.42% കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടുതൽ വിജയ ശതമാനം വയനാട് ജില്ലയിലും 84.46, കുറവ് കാസർഗോഡ് ജില്ലയിലും 61.70 ആണ്. 26,178 കുട്ടികളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. ഇതിൽ 18,340 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.